ഹായ് ഡിയേഴ്സ്, രണ്ടാം ഘട്ട മോപ്പപ്പ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഇന്നലെ വരുമെന്നായിരുന്നു കരുതിയിരുന്നത്. അപ്പോൾ അത് ഇന്ന് 28-ാം തീയതിയാണ് വന്നിരിക്കുന്നത്. സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട ഓൺലൈൻ മോപ്പപ്പ് അലോട്ട്മെന്റ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, 26-ാം തീയതി വൈകിട്ട് 4 മണി വരെ നിങ്ങൾ നൽകിയ ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനുള്ള അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ ലഭ്യമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഹോം പേജിൽ പോയി അലോട്ട്മെന്റ് മെമ്മോയുടെ പ്രിന്റ് ഔട്ടും അതുപോലെ തന്നെ ഡാറ്റ ഷീറ്റും നിർബന്ധമായും എടുക്കേണ്ടതാണ്. അത് നിങ്ങൾ പ്രവേശന സമയത്ത് കോളേജ് അധികാരികൾക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ അലോട്ട്മെന്റ് മെമ്മോയിൽ നിങ്ങളുടെ പേര്, റോൾ നമ്പർ, അലോട്ട്മെന്റ് ലഭിച്ച കോഴ്സ്, കോളേജ്, എല്ലാ വിവരങ്ങളും അലോട്ട്മെന്റ് മെമ്മോയിൽ ഉണ്ടാവും. ഇനി എത്രയാണ് നിങ്ങളുടെ ഫീസ് സംബന്ധിച്ച വിവരങ്ങളും അലോട്ട്മെന്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി ഫീസ് അടയ്ക്കേണ്ട വിദ്യാർത്ഥികൾ, നിങ്ങൾ ഓൾറെഡി ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കി തുക നിങ്ങൾ ഫീസ് അടച്ചാൽ മതി. ഈ രണ്ടാം ഘട്ട അലോട്ട്മെന്റിൽ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ ആദ്യം ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കി തുക ബാധകമാണെങ്കിൽ മാത്രം അടച്ചാൽ മതിയാകും. അത് അടയ്ക്കേണ്ട തീയതി 29/11/2020 മുതൽ 1/12/2020 വരെയാണ്. നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞ ഫീസ് അടയ്ക്കേണ്ടത്. ഏതെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖാന്തരമോ ഓൺലൈൻ പേയ്മെന്റോ നടത്താവുന്നതാണ്. ഇനി കോളേജിൽ അഡ്മിഷൻ നേടേണ്ട തീയതി 1/12/2020 വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ടാണ് നിങ്ങൾ കോളേജിൽ പ്രവേശനം നേടേണ്ടത്. പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഹോം പേജിൽ പോയി അലോട്ട്മെന്റ് മെമ്മോയും ഡാറ്റ ഷീറ്റും ബാക്കിയുള്ള എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സുകളും, എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണെന്ന് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഡോക്യുമെന്റ്സുകളും അടക്കം നിങ്ങൾ 1-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായി കോളേജിൽ പ്രവേശനം നേടേണ്ടതാണ്. ഈ സമയത്തിനുള്ളിൽ ഫീസ് നിങ്ങൾ അടച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അലോട്ട്മെന്റ് റദ്ദാകുന്നതായിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഫീസ് അടച്ച് നിങ്ങളുടെ അലോട്ട്മെന്റ് ഉറപ്പിക്കാവുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് മുന്നേ കിട്ടിയിരിക്കുന്ന അലോട്ട്മെന്റ്സ്, 1-ാം ഘട്ട മോപ്പപ്പ് റൗണ്ടിൽ കിട്ടിയ അലോട്ട്മെന്റ് ഏത് കോളേജോ കോഴ്സോ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. 2-ാം ഘട്ടത്തിൽ നിങ്ങൾക്ക് പുതിയ കോളേജോ കോഴ്സോ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.